നമുക്ക് ഈ ലോകത്ത് പലവിധ ഓഫറുകളുണ്ട്. ആ ഓഫറിൻ്റെ പിറകെ നമ്മൾ പോകാറുണ്ട് അല്ലേ? എങ്കിൽ ലോകരക്ഷിതാവായ അള്ളാഹു താല നമുക്കൊരു ഓഫർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധ നാമങ്ങളിൽ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും അതുപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു തന്നെ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അൽ മുഖീത്ത് എന്ന നാമത്തെ അധികരിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഖുർആനിൽ ഒരവസരത്തിൽ അള്ളാഹു തന്നെ അൽ മുഖീത്ത് എന്ന് വിളിക്കുന്നുണ്ട്. നിലനിർത്തുന്നതെല്ലാം നിലനിർത്തുകയും പോഷിപ്പിക്കുകയും സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ശക്തനായ പരിപാലകനാണ് അവൻ. എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാതരം ശാരീരികവും ആത്മീയവുമായ പോഷകങ്ങൾ അയച്ചുകൊണ്ട് അൽ മുഖീത്ത് പരിപാലിക്കുന്നു. മാഷാ അല്ലാഹ്. 4 പ്രധാന അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഖോഫ് വ ത എന്ന ധാതുവിൽ നിന്നാണ് അൽ മുഖീത്ത് വരുന്നത്. ഒന്നാമത്തെ അർത്ഥം പരിപാലിക്കുക, നിലനിർത്തുക എന്നതാണ്. ഈ റൂട്ടിൻ്റെ രണ്ടാമത്തെ അർത്ഥം ഭക്ഷണം നൽകുകയും പോഷിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. മൂന്നാമത്തത് സൂക്ഷിക്കുക, നാലാമത്തെ സാക്ഷ്യം വഹിക്കുക, നിരീക്ഷിക്കുക എന്നതൊക്കെയാണ്. ഈ നാമം ഖുർആനിൽ 2 പ്രാവശ്യം 2 രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ രൂപങ്ങളുടെ ഉദാഹരണങ്ങൾ നമുക്ക് അഖ്തഹ അതിൻ്റെ ഉപജീവനം, മുഖീത്തൻ സൂക്ഷിപ്പുകാരൻ എന്നിവയാണ്. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായത്തിൽ സൂറത്ത് നിസായിലെ 85-ാമത്തെ വചനത്തിലൂടെ അൽ മുഖീത്ത് തന്നെ പറയുകയാണ്, വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീതാ. അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ട് ഒരു കാവൽക്കാരനാണ്. എല്ലാ കൂടാനുകൂടി വസ്തുക്കളുടെയൊക്കെ ഒരു കാവൽക്കാരനാണെന്ന് അള്ളാഹു തആല പറഞ്ഞിരിക്കുകയാണ്. അൽ മുഖീത്തിന് ധാരാളമായി ദുആ ചെയ്യുക. കാരണം എല്ലാ കാര്യങ്ങളും അൽ മുഖീത്ത് നിശബ്ദമായ ദുആ കേൾക്കുന്നു, അതിനോട് പ്രതികരിക്കുകയും നിങ്ങളുടെ കഷ്ടപ്പാടുകളും അതിനെ നീക്കം ചെയ്യുന്ന ഒരേ ഒരു ശക്തിയാണ് അൽ മുഖീത്ത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവുകളാലും നമ്മുടെ ശരീരത്തെ ഭക്ഷണ സാധനങ്ങളാലും നിലനിർത്താൻ അവനോട് ആവശ്യപ്പെടുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അൽ മുഖീത്തിൽ നിന്ന് മാത്രം നേടുക. കാരണം അവൻ്റെ ഉപജീവനത്തിൻ്റെ നിധികളുടെ താക്കോൽ അൽ മുഖീത്ത് മാത്രമാണ് കൈവശം വെച്ചിരിക്കുന്നത്. അൽ മുഖീത്ത് ഒരു ഹദീസ് ഖുദ്സിയിൽ മൂസ അലൈഹിസ്സലാമയോട് പറയുകയാണ്, ഓ മൂസ, നിങ്ങളുടെ ഷൂ സ്ട്രിങ്ങുകളും പാത്രത്തിലെ ഉപ്പും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിക്കുക. മാഷാ അല്ലാഹ്. അപ്പോൾ ഈ ഹദീസിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്താവശ്യമാണെങ്കിലും ചെറിയ മുതൽ വലിയ കാര്യങ്ങൾ അൽ മുഖീത്തിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹുവെ, അൽ മുഖീത്ത് അവിടെ ഉണ്ടായിരിക്കുന്നു, ഉള്ളതും ഇനിയുള്ളതും നിലനിർത്താൻ നിനക്ക് മാത്രമേ കഴിയൂവെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും നിലനിർത്തണമേ, അങ്ങയിൽ മാത്രം ആശ്രയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാഷാ അല്ലാഹ്. അള്ളാഹു തആല നമ്മുടെ പ്രാർത്ഥനയൊക്കെ സ്വീകരിക്കുമാറാട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.